മുൻ MLA പി ഐഷ പോറ്റിയെ CPM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ചില വിഷയങ്ങളിൽ പാർട്ടിയുമായി നേരത്തെ തന്നെ ഭിന്നതയിലായിരുന്നു. പല കമ്മിറ്റികളിലും പങ്കെടുത്തിരുന്നില്ല, വിളിച്ചിരുന്നില്ല. പങ്കെടുക്കാത്തതിന്റെ കാരണം പറയുന്നത് ആരോഗ്യപരമായ കാരണങ്ങളായിരുന്നു. യഥാർത്ഥത്തിൽ ഐഷ പോറ്റിയെ നേരത്തെ തന്നെ പാർട്ടി പല കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. MLA ആയിരുന്ന സമയത്ത് മണ്ഡലത്തിൽ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ പല പദ്ധതികളുടെയും ഉദ്ഘാടന ചടങ്ങുകളിൽ പോലും ഐഷ പോറ്റിയുടെ പേര് അവരെ വിളിക്കത്തില്ല, മാത്രമല്ല പേര് പോലും പരാമർശിച്ചിരുന്നില്ല. ജില്ലാ കമ്മിറ്റി അംഗമായതുകൊണ്ടാണ് ഒഴിവാക്കിയതെന്നാണ് പാർട്ടി നേതാക്കളുടെ വിശദീകരണം. പക്ഷേ നിലവിൽ മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗമായ G. സുന്ദരേശൻ, ആ സുന്ദരേശനെ ഏരിയ കമ്മിറ്റിയിൽ നിലനിർത്തിയിട്ട് ദേവസ്വം ബോർഡ് മെമ്പറാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറാണ് സുന്ദരേശൻ. മാത്രമല്ല CPM ജില്ലാ സെക്രട്ടറിയെ വിമർശിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ഏരിയ കമ്മിറ്റി ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റി. 21 അംഗ ഏരിയ കമ്മിറ്റി അംഗങ്ങളിൽ തൃക്കണ്ണമംഗൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയിട്ടില്ല. കൊട്ടാരക്കര ടൗൺ ഉൾപ്പെടുന്ന പ്രദേശമാണ് തൃക്കണ്ണമംഗൽ. കോൺഗ്രസ് നേതാവിനെ ആക്രമിച്ച കേസിൽ ജയിലിലായ 10 CPM പ്രവർത്തകരിൽ 3 പേരെ മാത്രം സന്ദർശിച്ച് ജില്ലാ സെക്രട്ടറി മടങ്ങിയെന്നായിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സമ്മേളനത്തിൽ ആരോപിച്ചത്. ഐഷ പോറ്റിയെ ഒഴിവാക്കിയത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും. 3 പ്രാവശ്യം കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റി R. ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 12ാം നിയമസഭയിൽ ആദ്യമായി കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് എത്തിയത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിലേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് 2000-ലും 2005-ലും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴായിരുന്നു, അതായത് 2006-ൽ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ മത്സരിക്കുന്നത്. കന്നി മത്സരത്തിൽ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കുകയും ചെയ്തു. 2006 മുതൽ 2021 വരെ തുടർച്ചയായി 3 തവണ നിയമസഭാ അംഗമായിരുന്നു. 2016-ൽ, അതായത് 3-ാം തവണ മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഏതാണ്ട് 42,000 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 2021-ൽ ഐഷ പോറ്റിയെ മാറ്റി നിർത്തി ഇപ്പോഴത്തെ മന്ത്രി KN ബാലഗോപാലിനെ മത്സരിപ്പിച്ചു. ബാലഗോപാലിന് 10,000-ൽ പരം വോട്ടുകൾ മാത്രമേ ഭൂരിപക്ഷം ലഭിച്ചുള്ളൂ. 42,000-വും 10,000-വും തമ്മിലുള്ള വ്യത്യാസം കണ്ട് സഖാക്കൾ പോലും ഞെട്ടിത്തെറിച്ചിരുന്നു. അന്നു മുതലേ ഐഷ പോറ്റിയെ സൈഡാക്കി ഒതുക്കുമായിരുന്നു. ഐഷ പോറ്റി എന്തെങ്കിലും ചെയ്തിട്ടാണോ ഭൂരിപക്ഷം കുറഞ്ഞത്? ജനം വോട്ട് ചെയ്തില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ വോട്ട് ചെയ്തിരുന്നെങ്കിൽ അതിൽ കൂടുതൽ വോട്ടുകളും ഭൂരിപക്ഷവും കിട്ടിയേനെ. ഇപ്പോഴവരെ മാറ്റി നിർത്തിയതിന്റെ പ്രതികരണം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായേക്കും. അങ്ങനെയാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഐഷ പോറ്റി 3 പ്രാവശ്യം ഏകദേശം 15 വർഷത്തോളം MLA ആയിരുന്നപ്പോൾ കൊട്ടാരക്കരയിലെ പല പദ്ധതികളും പല വികസന പ്രവർത്തനങ്ങൾക്കും അവർ മുൻകൈയെടുത്ത് നടത്തിയിരുന്നു. അവർ തുടങ്ങി വെച്ച പല പദ്ധതികൾ ഇനിയും നടപ്പിലാക്കാനുണ്ട്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ദേശീയ സമിതി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും വനിതാ സബ് കമ്മിറ്റി കൺവീനറും കൊല്ലം ജില്ലാ ലോയേഴ്സ് യൂണിയൻ വൈസ് പ്രസിഡന്റും ഒക്കെ ആ നിലയിലൊക്കെ ഐഷ പോറ്റി പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്രയും അവഹേളിച്ച് അവരെ ഇറക്കി വിടണ്ടായിരുന്നു.